കീഴ്വെൺമണിയിൽ ഭൂവുടമകൾ ചുട്ടുകൊന്ന 44 സഖാക്കളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ കൊണ്ടുകൂടി ഉജ്ജ്വലമായതാണ് തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. പോരാട്ട ചരിത്രത്തിൽ രാജ്യത്തിന് തന്നെ മറക്കാനാവാത്ത ഏട്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ദളിത് കൂട്ടക്കൊല. സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരായ 44 ദളിതരെ ജീവനോടെ കത്തിച്ചത് ഭൂമിയുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെ അടിച്ചമർത്താൻ. എന്നാൽ അത് കൂടുതൽ സമര പോരാട്ടങ്ങൾക്ക് കരുത്താവുക മാത്രമാണ് ചെയ്തത്. തമിഴ്നാട്ടിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിന് ഊർജ്ജമായത് കീഴ്വെൺമണിയിലെ സഖാക്കളുടെ ജീവത്യാഗം. പഴയ തഞ്ചാവൂർ ജില്ലയിലെ കീഴ്വെൺമണി എന്ന ഗ്രാമത്തിൽ 1968 സംഭവം. കർഷക തൊഴിലാളികൾക്ക് കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന സമരത്തെ ഒതുക്കാൻ പോലീസിന്റെ സഹായത്തോടെ ജന്മിമാരുടെ ഗുണ്ടകൾ ആക്രമം അഴിച്ചുവിട്ടു. ലോകമെങ്ങും തിരുപ്പിറവി ആഘോഷിക്കുന്ന ആ ക്രിസ്മസ് രാത്രിയിൽ പുരുഷന്മാർ സമരത്തിന്റെ പ്രചാരണത്തിന് പുറത്തുപോയ സമയം കോളനിയിലേക്ക് ഗുണ്ടാ സംഘമെത്തി. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം അവിടെയുണ്ടായിരുന്നവരെ മുഴുവൻ കുടിലിൽ തന്നെ പൂട്ടിയിട്ട് തീയിട്ട് ചുട്ടുകൊന്നു. 23 കുഞ്ഞുങ്ങളും 16 സ്ത്രീകളുമടക്കം 44 പേർ. അന്ന് ചെന്നൈയിലെ അശോക് ലെയ്ലാൻഡ് ഫാക്ടറി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇന്നത്തെ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കൂടിയായ AK പത്മനാഭൻ. ഒരു അരസാർ നെല്ലിന് വേണ്ടി തൊഴിലാളികൾ കൂലി ചോദിച്ചതാണ് ആ സമരത്തിനാണ്. അവിടുത്തെ ഭൂപ്രഭുക്കന്മാരെല്ലാവരും ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടന എന്നുള്ള നിലയിൽ അത് തൊഴിലാളികളോട് ആക്രമണം നടത്തുകയാണ്. അതിനെതിരായി പക്ഷെ അവരോട് പറഞ്ഞത് നിങ്ങൾ ചോദിച്ചതിൽ കൂടുതൽ ഞങ്ങൾക്ക് തരാൻ തയ്യാറാണ്, പക്ഷേ ആ ചുവപ്പ് കൊടി നിങ്ങൾ താഴെ ഇറക്കണം, എന്നിട്ട് ഞങ്ങളുടെ സംഘടനയുടെ മഞ്ഞക്കൊടി കയറ്റണം എന്ന് പറഞ്ഞു. ഈ ചുവപ്പ് കൊടി ഇറക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ആവശ്യവും നടക്കാനില്ല, അത് പറ്റില്ലെന്ന് അവർ പറഞ്ഞു. ആ സമരത്തിൻ്റെ അവസാനമാണ് ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടും സമാധാനത്തിൻ്റെ ദിവസം എന്ന് മറ്റുള്ളവർ പറയുന്ന ആ ദിവസം അന്ന് 44 പേരെ ഒറ്റ കുടിലിട്ട് എരിച്ചു കൊന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ ചരിത്രത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ പക്ഷേ കീഴ്വെൺമണിക്കും കിഴക്കൻ തഞ്ചാവൂരിനും അതിനു മുമ്പത്തൊരു ചരിത്രമുണ്ട്. 30കളിൽ തുടങ്ങിയ ഒരു സമരത്തിൻ്റെ തുടർച്ചയാണത്. അത് പെട്ടെന്നുണ്ടായതല്ല. അപ്പോൾ ഒരു ഭാഗത്തൊരു സാമൂഹ്യമായ അടിച്ചമർത്തൽ, അവരെല്ലാവരും ദലിത് വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളാണ്, മറ്റൊരു ഭാഗത്ത് ഭൂപ്രഭുക്കന്മാരാണ്. അപ്പോൾ 1000-1500 വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-2000 മേലെ ഏക്കർ ഭൂമിയുള്ള ഭൂപ്രഭുക്കർക്കെതിരായാണ് ഈ സാധാരണക്കാരായ ആണും പെണ്ണും തൊഴിലാളികൾ സമരം ചെയ്തത്. ആ സമരത്തിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ 72 ഇവിടെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൻ്റെ ഹാളിൻ്റെ പേര് വെൺമണി ഹാളായിരുന്നു. 62 അപ്പോൾ വെൺമണി എന്നുള്ളത് തമിഴ്നാട്ടിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കർഷക തൊഴിലാളികളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു കുപ്രസിദ്ധമാണ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഒരു മഹത്തായ റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. രാജ്യമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവേശമായാണ് പാർട്ടി കോൺഗ്രസ് നഗരിയിൽ ഉയർത്തിയ ചെമ്പതാക കീഴ്വെൺമണിയിൽ നിന്നെത്തിയത്. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ മധുര.